കുറച്ചുകൂടി ഇഷ്ടം. ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ബേസിക്കലി ആദ്യം തന്നെ എനിക്ക് ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം ഇപ്പൊ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് അങ്ങനെ അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് അതൊരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ഈ ദിവസമായിരുന്നു ഞാൻ എവിക്റ്റ് ആയ ദിവസം. അന്ന് ഭയങ്കര ഒരു എന്താ പറയാ നെഗറ്റിവിറ്റിയുടെ ഒരു ഭയങ്കര ഹൈറ്റിൽ നിന്നിട്ട് അത്രയും വിഷമിച്ചിട്ടുള്ള ഒരു സമയമാണ്. ഈ വർഷം കറക്റ്റ് ഒരു 365 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവമായിട്ട് എന്നെ ഈ ഒരു വേദിയിൽ എത്തിച്ചു. അതില് ഏറ്റവും കൂടുതൽ താങ്ക് യു പറയേണ്ടത് ആദ്യം റിയാസ്കിനോടാണ്. കാരണം ഞാനും ഇതുപോലെ തന്നെ ലാസ്റ്റ് മൊമെന്റ് കാസ്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോ റിയാസ്കയുടെ ഫാമിലി സജസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചത്. സലാമക്ക വിളിച്ചു, സംസാരിച്ചു. താങ്ക് യു സോ മച്ച് സലാമക്ക, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. അതുപോലെ തന്നെ ഇപ്പൊ വഫ നേരത്തെ പറഞ്ഞു, വഫയുടെ ഫസ്റ്റ് ലവ് ഡാൻസ് ആണ്, എന്റെ ലാസ്റ്റ് ലവ് ആണ് ഡാൻസ്. അതും നമ്മുടെ ഷോബി മാസ്റ്ററിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ആക്ച്വലി റിഹേഴ്സൽസ് ഒന്നും ഇല്ലാതെ നേരെ സെറ്റിൽ വന്ന് എന്നെ ഫുൾ കോട്ടും സൂട്ടൊക്കെ ഇടിപ്പിച്ച് ഹെയർ സ്റ്റൈലൊക്കെ അരമണിക്കൂർ എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത് റിഹേഴ്സൽസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടു നിർത്തി മുഴുവൻ വേർത്ത് കുളിച്ച് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഇപ്പോഴും അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മുട്ടടിക്കും. കാരണം എല്ലാവരും കാണുന്നുള്ളത് സംഭവം ഡാൻസിന്റെ. പക്ഷെ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ഷൂട്ടിംഗ് ഫോർ ദിസ് മൂവി. എന്റെ ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം ഞാൻ ഇത്രയും വലിയൊരു പ്രൊഡക്ഷന്റെ കൂടെ ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ്. സിദ്ദിഖാന്റെ കൂടെ കുറെ നേരം ഇരുന്ന് സംസാരിക്കാനും എല്ലാവരുടെ കൂടെ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടി. പിന്നെ ഒരു ഗോപിചേട്ടന്റെ ഒരു അടിപൊളി പാട്ടിന്റെ ഫേസ് ആവാൻ പറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനും ഇവിടെ ഒരുപാട് പേരെ കണ്ടിങ്ങനെ ഓസ്റ്റൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സലാമക്ക. ബാക്കി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ മൂവി. താങ്ക് യു.